നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് മറ്റൊരു IPO വിശേഷമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. HP അഡ്ഹസീവ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണിത്. ഇത് ഒട്ടിക്കാനുള്ള പശ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ഒട്ടിക്കാനുള്ള സീലുകളും മറ്റും നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അത് കൂടാതെ ചില PVC പൈപ്പ് നിർമ്മാതാക്കളുമായിട്ട് ചേർന്നുകൊണ്ട് ബ്രാൻഡഡ് ആയിട്ട് PVC പൈപ്പുകളും ഇവർ നിർമ്മിക്കുന്നുണ്ട്. ബോംബെ ബേസ്ഡ് ഒരു കമ്പനിയാണ്. ഒരുവിധം തരക്കേടില്ലാതെ പോകുന്ന ഒരു ബ്രാൻഡാണ് ഈ കമ്പനിയുടേത്. അപ്പോൾ ഇതിൻ്റെ IPO വിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഡിസംബർ 15 മുതൽ 17 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. വളരെ ചെറിയൊരു തുക മാത്രമാണ് ഇവർ ഈ IPO വഴി റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 126 കോടി രൂപ മാത്രമാണ് ഈ ഇഷ്യൂ വഴി ഇവർ റേസ് ചെയ്യുന്നത്. അതിൽ 113.47 കോടി രൂപ ആണ് ഫ്രഷ് ഇഷ്യൂ ആയിട്ടുള്ളത്. ബാക്കി വെറും 12.53 കോടി രൂപയാണ് ഓഫർ ഫോർ സെയിൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ IPOയുടെ വിശേഷങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് ഓർമ്മിപ്പിക്കട്ടെ, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തൊരു അറ്റൻഡൻസ് വെച്ചതിന് ശേഷം നിങ്ങൾ ഇത് കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. വളരെ വൈഡ് റേഞ്ചിലുള്ള പ്രോഡക്ട്സ് ആണ് ഇവർ നിർമ്മിക്കുന്നത്. PVC, CPVC ആൻഡ് UPVC സോൾവെന്റ് സിമെന്റ്, സിന്തറ്റിക് റബ്ബർ അഡ്ഹസീവ്, PVC അഡ്ഹസീവ്, സിലിക്കോൺ സീലന്റ്, അക്രലിക് sealant, gasket, shellac, other sealants, PVC pipe lubricants, ഇങ്ങനെയൊക്കെയുള്ള പല റേഞ്ചിലുള്ള ടെക്നിക്കൽ ടേംസ് ആണ് ഇതെല്ലാം. പിന്നെ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ചില പല ഇൻഡസ്ട്രികളിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, ഡ്രെയിനേജ് ആൻഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ, ജനറൽ പർപ്പസ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, പിന്നെ ഇൻറ്റീരിയർ ഓപ്പറേഷൻസ്, പിന്നെ അതുകൂടാതെ ഗ്ലേസിംഗ് ഓപ്പറേഷൻസ്, വുഡ് വർക്ക്, ഫുട്വെയർ, ഓട്ടോമോട്ടീവ്, പിന്നെ ഫോം ഫർണിഷിങ്, ഇതെല്ലാം നമുക്കറിയാം. ഒട്ടിക്കാനുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുന്ന പല എല്ലാ ഇൻഡസ്ട്രിയിലും ഇത് ആവശ്യമായിട്ട് വരികയാണ്. ബിൽഡിംഗ് ആണെങ്കിൽ പോലും കൺസ്ട്രക്ഷനിലും എല്ലാം നമ്മൾക്ക് ഒട്ടിക്കലുകൾ, അങ്ങനെ പല രീതിയിലുള്ള പശകളുടെ ആവശ്യങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം തന്നെ ഈ കമ്പനി നിർമ്മിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇവരുടെ പ്രോഡക്ട്സുകളിൽ വരുന്നതാണ് അവരുടെ മറ്റു പ്രോഡക്റ്റാണ് ബോൾ വാൾവ്, പിന്നെ ത്രെഡ് സീല്, അങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങൾ ഇവർ നിർമ്മിക്കുന്നുണ്ട്. കമ്പനിക്ക് പ്രധാനമായിട്ട് 4 ഡിപ്പോകളാണുള്ളത്. ഡൽഹി, കൽക്കട്ട, ബാംഗ്ലൂർ, ഇൻഡോർ, ഇത്രയും സ്ഥലങ്ങളിലാണ് ഇവരുടെ ഡിപ്പോകളുള്ളത്. 750 ഡിസ്ട്രിബ്യൂട്ടേഴ്സും 50,000-ഓളം ഡീലേഴ്സും കമ്പനിക്കുണ്ട്. പിന്നെ ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് വില്ലേ നരംഗി എന്ന് പറയുന്ന റായ്ഗഡിൽ, മഹാരാഷ്ട്രയിലാണുള്ളത്. ഈ 21ഓളം രാജ്യങ്ങളിലേക്കാണ് ഇവരുടെ പ്രോഡക്റ്റുകൾ കയറ്റി അയക്കപ്പെട്ടത്. നമുക്കറിയാം, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ ഫെവിക്കോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് അത് ഈ ലീഡറാണ്, മാർക്കറ്റ് ലീഡറാണെങ്കിൽ ഇപ്പോൾ HP അഡ്ഹസീവ് അതുപോലെ തന്നെ വരുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ എങ്ങനെ അത് ഫ്യൂച്ചറിൽ ഒരു പക്ഷേ അതുപോലെ തന്നെ വളർച്ചയിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റാണ്. കമ്പനിയുടെ പ്രൊമോട്ടർ അഞ്ജന ഹരേഷ് മോട്ട്വാനിയാണ്. അവരാണ് കമ്പനിയുടെ ചെയർമാനും CEO എല്ലാം തന്നെ. കരൺ ഹരേഷ് മോട്ട്വാനിയാണ് MD. അദ്ദേഹവും ഇതിൻ്റെ പ്രൊമോട്ടറാണ്. ഇവരുടെ കൈവശം ഇഷ്യൂവിന് മുമ്പ് 95.31% ഓഹരികളുണ്ട്. അപ്പോൾ ഭൂരിഭാഗം ഓഹരികളും ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണുള്ളത്. അവരുടെ ചിത്രമാണ് ഇതിൽ കാണുന്നത്. കമ്പനിയുടെ മികവ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണിതെന്ന് നമുക്ക് പറയാം. അതുകൂടാതെ ഇവരുടെ പ്രോഡക്റ്റുകൾ വളരെ വൈഡ് റേഞ്ചിലുള്ളതാണ്. വളരെ വൈഡായിട്ടുള്ള റേഞ്ചിലുള്ള പ്രോഡക്റ്റുകളുണ്ട്. പിന്നെ വളരെയധികം ശ്രദ്ധിക്കുന്നത് അവരുടെ കസ്റ്റമേഴ്സ് പലതരത്തിലുള്ള കസ്റ്റമേഴ്സാണല്ലോ. പല ഇൻഡസ്ട്രികളിലും, ഒന്ന് ഷൂ മേക്കിംഗ് ആണെങ്കിൽ മറ്റേത് വുഡ് കാർവിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണമായിരിക്കും. അപ്പോൾ പലതരത്തിലുള്ള മേഖലകളിൽ ഇത് പ്രോഡക്റ്റ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പിന്നെ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വളരെയധികം ശക്തമാണ് എന്നുള്ളതാണ്. പിന്നെ ഇൻ്റർനാഷണൽ പ്രസൻസ്, 21ഓളം രാജ്യങ്ങളിലേക്ക് ഈ പ്രോഡക്റ്റ് കയറ്റി അയക്കപ്പെടുന്നുണ്ടെന്ന് തന്നെ ഉള്ളത് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് വളരെ ലാർജ് സ്കെയിലുള്ള പ്ലെയേഴ്സാണ് ഇവരുടെ കസ്റ്റമേഴ്സായിട്ട് വരുന്നത്. പിന്നെ ഉള്ള മറ്റൊരു കാര്യം, ഇതിന് വളരെയധികം സ്കോപ്പുണ്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഈ ഇൻഡസ്ട്രിയിലും ഈ കമ്പനിക്കും. അത് വളരെയധികം ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് പറയേണ്ടത്.
ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ക്വാളിറ്റിയിലുള്ള അവരുടെ ഫോക്കസും പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള അവരുടെ ആ ഒരു പ്രത്യേക വിങ്ങിൻ്റെ കരുത്തും എല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ ശക്തിയായിട്ട് തന്നെ പറയേണ്ടി വരും. പിന്നെ എക്സ്പീരിയൻസ്ഡ് മാനേജ്മെൻറ്റും. ഇത്രയും ആണ് ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. ഈ IPOയിലെ ഫ്രഷ് ഇഷ്യൂ വഴി കിട്ടുന്ന 113.47 കോടി രൂപ അവർ ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ വർക്കിംഗ് ക്യാപിറ്റലായിട്ടാണ്. അത് കൂടാതെ അവരുടെ ഫാക്ടറി, അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടും, അത് കൂടാതെ പുതിയൊരു പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് യൂണിറ്റ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു വലിയ മാനുഫാക്ചറിങ് യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിലേക്കും വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം, അതായത് 2020 കണക്കിനേക്കാൾ മികച്ചതാണ് 2021. 2020 കമ്പനിക്ക് അല്പം മോശകാലമായിരുന്നു. 2021 കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി വളരെ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ഈ ഫിനാൻഷ്യൽസ് ഇന്ന് കാണുന്നത്. റവന്യൂ നോക്കൂ, 2020 86.8 കോടിയായിരുന്നെങ്കിൽ അത് 2021 എന്നുള്ള ഫിനാൻഷ്യൽ വർഷമായപ്പോഴത്തേക്കും 123.9 കോടിയായിട്ട് അത് വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് എക്സ്പെൻസസിൻ്റെ കോളമാണ്. നെറ്റ് ഇൻകം നോക്കുക, 4.7 കോടി ലോസ് ആണ് 2020. മൈനസാണ് കാണുന്നത്. എന്നാൽ ആ മൈനസിൽ നിന്ന് അത് പ്ലസിലേക്ക് വന്നിരിക്കുന്നു. 2021 ആയപ്പോഴത്തേക്കും 10.1 കോടി എന്നുള്ള ലെവലിലേക്ക് നെറ്റ് ഇൻകം വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാർജിൻ പെർസെൻറ്റേജും അതുപോലെ തന്നെ ലോസിലാണ്. 2020 5.4% ആണ്. അത് ഈ 2021 ആയപ്പോഴത്തേക്കും 8.2 എന്നുള്ള ലെവലിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പനി നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു മാന്ദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഫിനാൻഷ്യൽ വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS ഈ പ്രാവശ്യം 7.74 ഏറ്റവും പുതിയ റേറ്റ്. അത് P റേഷ്യോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 79 ബുക്ക് വാല്യൂ പെർ ഷെയർ 9.74 എന്നുമാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാം. എന്തായാലും ഈ കമ്പനി പിഡിലൈറ്റിൻ്റെ ഫെവിക്കോളിൻ്റെ ആ ഒരു പാത പിന്തുടരുന്ന ഒരു കമ്പനിയാണ്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ആ ലീഡറെ പിന്തുടർന്നാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല നിലയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ഫെവിക്കോളിൻ്റെ ഒരു മാർക്കറ്റ് കവർ ചെയ്ത് എത്തുക എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. എന്നാലും അവർ വിദേശങ്ങളിൽ 21ഓളം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഇവരുടെ പ്രോഡക്ട്സ്. പക്ഷേ ഇതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ മികവുള്ള കമ്പനിയാണ്. നമ്മൾ നേരത്തെ കമ്പനിയുടെ സ്ട്രെങ്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞ വർഷം കമ്പനി കുറച്ച് മാന്ദ്യത്തിലായിരുന്നെങ്കിലും മുന്നേറുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വലിയ കുഴപ്പമില്ലാതെ പോകാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലോങ് ടൈമിലേക്ക് വളരെ നല്ല ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നുന്നത്. ഇത് ഡിസംബർ 15 ഓപ്പൺ ചെയ്തിട്ട് 17 ക്ലോസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 262 274 എന്നാണ്. അധികം ഒന്നുമില്ല, 274 ഇതിൻ്റെ അപ്പർ ബാൻഡ്. ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത് 113.47 കോടിയാണ്. ഓഫർ ഫോർ സെയിൽ 12.53 കോടി മാത്രമേ ഉള്ളൂ. ടോട്ടൽ IPO സൈസ് എന്ന് പറയുമ്പോൾ അപ്പോൾ 126 കോടി രൂപയുടേതാണ്. മിനിമം ലോട്ട്, ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 50 ഓഹരിയാണ്. അപ്പോൾ അങ്ങനെ 14 ലോട്ട് വരെ നമുക്ക് റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ. ഇത് കഴിഞ്ഞ വർഷം ലോസ് ആയതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഇതിൻ്റെ അലോക്കേഷൻ വരുന്ന സമയത്ത് റീറ്റെയിലേഴ്സിന് 10% മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. 10% മാത്രമേ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം എപ്പോഴും. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡേറ്റ്സിലേക്ക് നമുക്ക് നോക്കാം. ഇനിയുള്ള അലോട്ട്മെൻറ്റ് ഡേറ്റ് വരുന്നത് 22 കിട്ടാത്തവർക്ക് റീഫണ്ട് കിട്ടുന്നത് 23 ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്ന 24 ലിസ്റ്റിംഗ് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് 27 ലിസ്റ്റിംഗ് വരുന്നത്. HP അഡ്ഹസീവിൻ്റെ ഷെയർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അവർ ആ വീഡിയോ കാണുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിനി ലീഡ് മാനേജേഴ്സ് ആരാന്ന് നോക്കാം. ഒരു ലീഡ് മാനേജറേ ഉള്ളൂ. യൂണിസ്റ്റോൺ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഇതിൻ്റെ രജിസ്ട്രാർ ടു ദ ഇഷ്യൂ ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഫ്രണ്ട്സ്,
HP Adhesives Limited എന്ന കമ്പനിയുടെ IPO വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതുവരെ പങ്കുവച്ചത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റുകൾ ഇടാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മടിക്കരുത്. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.